മാന്യ പ്രേക്ഷകർക്ക് പരിശുദ്ധ ദിവ്യകാരുണ്യനാഥന്റെ നാമത്തിൽ കോർപ്പൂസ് ക്രിസ്തി മനനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം, തിരുവചന കേന്ദ്രീകൃതമായ ഭാഗം, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സുപ്രധാനമായ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രയാഗ കർമ്മം എന്ന് ഇനിയുള്ള ഭാഗത്തെ മൊത്തത്തിൽ വിളിക്കാം. നമ്മൾ സാധാരണഗതിയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ, ആദ്യത്തേത് വചനം മുറിക്കൽ ശുശ്രൂഷയും രണ്ടാമത്തേത് അപ്പം മുറിക്കൽ ശുശ്രൂഷയും എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും സ്തോത്രയാഗ കർമ്മത്തിന് മുഖ്യമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1, കാഴ്ചവയ്പ് ഒരുക്കൽ. 2, സ്തോത്രയാഗവും പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുകയും ചെയ്യുന്ന ആ ഭാഗം. 3, അപ്പം മുറിക്കൽ, ദിവ്യകാരുണ്യ സ്വീകരണം. ഈ ഭാഗങ്ങളൊക്കെ ചേർന്ന് അങ്ങനെ 3 ഭാഗങ്ങളാണ് സ്തോത്രയാഗ കർമ്മത്തിന് ഉള്ളത്. ഇവിടെ നമുക്ക് കാഴ്ചവെപ്പ് ഭാഗത്തേക്ക് വരാം. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരാനുള്ള അപ്പവും വീഞ്ഞും ജനം കൊണ്ടുവരികയാണ്. ജനം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പുരോഹിതൻ ഈ അപ്പവും വീഞ്ഞും ഒരുക്കുന്നത്. വളരെ ശ്രദ്ധേയമായ കാര്യം, ഈ അപ്പവും വീഞ്ഞും അല്ലെങ്കിൽ കാഴ്ചവെപ്പിൻ്റെ ആ സമയത്ത് ആരും വെറും കൈയോടെ കർത്താവിൻ്റെ മുൻപിൽ വരരുത് എന്ന പഴയ നിയമത്തിലെ വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. പുറപ്പാട് 34:20, അതുപോലെ നിയമാവർത്തന ഗ്രന്ഥം 16:16, പ്രഭാഷകൻ 35:6 ഒക്കെ വെറും കൈയോടെ ആരും കർത്താവിൻ്റെ മുമ്പിൽ വരരുത്. അപ്പോൾ കാഴ്ചവെപ്പ്, അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചവെപ്പിൻ്റെ നേരത്താണ് കാഴ്ച സ്വീകരണങ്ങളുള്ളത്. പ്രത്യേകിച്ച് ധനസമാഹരണത്തിനുള്ള ആ സമയമൊക്കെ അത് തന്നെ എല്ലാം കാഴ്ചയോട് ചേർത്താണ്. പ്രിയപ്പെട്ടവരെ, കാഴ്ച സമർപ്പണം അതീവ സുന്ദരമായി നിർവഹിക്കാൻ നമ്മുടെ തന്നെ സമ്പൂർണ്ണ സമർപ്പണവും നമുക്കുള്ളവയുടെ സമർപ്പണവും കൊണ്ട് ആ നിമിഷം ഭംഗിയാക്കുക. ദിവ്യകാരുണ്യനാഥന് സ്തുതി. നിങ്ങൾക്ക് നമസ്കാരം.